ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ നെറ്റ് മാനേജ്മെൻറ്റ് എക്സാം അല്ലേ, നെറ്റ് മാനേജ്മെൻറ്റ് എക്സാം എഴുതിയവർ കാണും, അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കാണും. ഇത്തവണത്തെ എക്സാം ഇച്ചിരി പാടായിട്ട് തോന്നിയവർ കാണും. എന്നാൽ വളരെ ഈസി ആയിട്ടത് ക്വസ്റ്റ്യനുകളെല്ലാം മനസ്സിലായി പ്രിപ്പയർ ചെയ്ത് എഴുതിയ ആളുകൾ കാണും. വാട്ടെവർ ഇറ്റ് ഈസ്, നമുക്കിനി നമ്മളുടെ മുന്നിൽ 2 എക്സാമുകൾ വരാനുണ്ട്. ജൂണിലും ഉണ്ട്, അതുപോലെ തന്നെ ഡിസംബറിലും ഉണ്ട്. ആ എക്സാമിന് സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. കൃത്യമായി നല്ല സ്ട്രാറ്റജിയോടുകൂടി സിലബസിലെ A to Z കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നെറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് മാനേജ്മെൻറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഓക്കെ ആണല്ലോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഏരിയ ആണ്. എന്താണ് ബിസിനസ് എക്കണോമിക്സ്? ബിസിനസ് എക്കണോമിക്സും മാനേജ്മെൻറ്റ് നെറ്റും തമ്മിൽ എന്താണ് ബന്ധം? മാനേജ്മെൻറ്റ് നെറ്റിൻ്റെ അകത്ത് ബിസിനസ് എക്കണോമിക്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യനുകൾ ധാരാളം കാണാറുണ്ട് അല്ലേ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ എക്കണോമിക്സിൽ ഒരുപാട് തിയറീസും പ്രിൻസിപ്പിൾസും റൂൾസുകളും ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാണ്, മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ എക്കണോമിക്സ് തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ എവിടെ അപ്ലൈ ചെയ്യുകയാണ്, മാനേജ്മെൻറ്റ് പ്രാക്ടീസസുകളിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ബിസിനസ് എക്കണോമിക്സ് ഈസ് ദാറ്റ് ഡിസിപ്ലിൻ വിച്ച് ഡീൽസ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി ടു ദ ബിസിനസ് മാനേജ്മെൻറ്റ്. ബിസിനസ് മാനേജ്മെൻറ്റിലേക്ക് എന്ത് അപ്ലൈ ചെയ്യുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ബിസിനസ് മാനേജ്മെൻറ്റിലേക്ക് എന്ത് അപ്ലൈ ചെയ്യുകയാണ്, നമ്മളുടെ എക്കണോമിക് തിയറീസ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നമുക്കിപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അസേർഷൻ റീസൺ ആയിട്ടുള്ള, മാച്ച് ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ധാരാളം നമ്മളുടെ എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. നേരത്തെ നമ്മൾ എന്താണ് അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സ്കോപ്പ്, ഇതൊക്കെ ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതിയായിരുന്നു അല്ലേ. അന്നേരം നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരുമ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അതെല്ലാം നല്ല ഡെപ്തിൽ മനസ്സിലാക്കി വെക്കണം. ബിക്കോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, അല്ലെ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലായിരിക്കണം ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എക്കണോമിക് തിയറീസ് അല്ലെ എക്കണോമിക് പ്രിൻസിപ്പിൾസുകളൊക്കെ എവിടെ അപ്ലൈ ചെയ്യുകയാണ്, നമ്മൾ മാനേജ്മെൻറ്റ് പ്രാക്ടീസസിൽ അപ്ലൈ ചെയ്യുകയാണ്, അല്ലെ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എക്കണോമിക്സ് തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് എക്കണോമിക്സ് ഈസ് ദാറ്റ് ഡിസിപ്ലിൻ വിച്ച് ഡീൽസ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് തിയറീസ് ടു ബിസിനസ് മാനേജ്മെൻറ്റ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഇൻ ബോർഡർ ലൈൻ ബിറ്റ്വീൻ ദ എക്കണോമിക് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ആസ് സെർവ്സ് ആസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ 2 ഡിസിപ്ലിൻ. അപ്പോൾ 2 ഡിസിപ്ലിൻ എന്തൊക്കെ കൂടിയാണ്, എക്കണോമിക്സും മാനേജ്മെൻറ്റും അല്ലെ, ഈ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ബിസിനസ് എക്കണോമിക്സ് പ്രവർത്തിക്കുന്നത്. അതായത് ബിസിനസ്സിനെയും എക്കണോമിക്സിനെയും തമ്മിൽ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ് അല്ലെ. ബിസിനസ് മാനേജ്മെന്റിനെയും എക്കണോമിക്സിനെയും തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു ഇന്റർ റിലേഷൻഷിപ്പ് അല്ലെ, അവ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്, ബിസിനസ് എക്കണോമിക്സിലൂടെ ചെയ്യുന്നത്. കൃത്യമായിട്ട് സെന്റൻസുകൾ മനസ്സിലാക്കി പഠിച്ചു വേണം കേട്ടോ മക്കളെ. ഇനി അടുത്തത് എന്താണ്, ബിസിനസ് എക്കണോമിക്സ് ഈസ് ഓൾസോ കോൾഡ് മാനേജീരിയൽ എക്കണോമിക്സ് ആൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് തിയറീസ് ആൻഡ് മെത്തഡോളജി ടു ബിസിനസ്. ബിസിനസ് എക്കണോമിക്സിന് പറയുന്ന മറ്റൊരു പേരാണ് എന്താണ്, മാനേജീരിയൽ എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സിന് പറയുന്ന മറ്റൊരു പേരെന്താണ്, മാനേജീരിയൽ എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സിന് പറയുന്ന മറ്റൊരു പേര് മാനേജീരിയൽ എക്കണോമിക്സ്. മറന്നു പോകരുത്. ഇതെന്താണ് ഈ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി. എക്കണോമിക് തിയറീസും മെത്തഡോളജീസും ഒക്കെ, എക്കണോമിക്സ് തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ എവിടെ അപ്ലൈ ചെയ്യുകയാണ്, ബിസിനസ് മെത്തഡോളജിയിൽ അപ്ലൈ ചെയ്യുകയാണ്, ബിസിനസ് പ്രാക്ടീസസുകളിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് അഥവാ
ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ഫോർമലി നോൺ ആസ് ബിസിനസ് എക്കണോമിക്സ്. മാനേജീരിയൽ എക്കണോമിക്സിനെ എന്തെന്ന് പറയാറുണ്ട്? ബിസിനസ് എക്കണോമിക്സ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് അപ്ലൈഡ് എക്കണോമിക്സ്. പിന്നെ എന്തെന്നും പറയാറുണ്ട്? അപ്ലൈഡ് എക്കണോമിക്സ് എന്ന് പറയാറുണ്ട്. മക്കളെ ഓർത്ത് വെച്ചോണം, അപ്ലൈഡ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാലും ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാലും മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എക്കണോമിക്സ് പ്രിൻസിപ്പിൾസുകളും എക്കണോമിക് തിയറീസുകളും എക്കണോമിക്സ് റൂൾസുകളും ഒക്കെ ബിസിനസ് മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുകയാണ്. ഏതിലൂടെ ചെയ്യുന്നത്? ഈ അപ്ലൈഡ് എക്കണോമിക്സ് അഥവാ ബിസിനസ് എക്കണോമിക്സ് അഥവാ മാനേജീരിയൽ എക്കണോമിക്സിൽ ചെയ്യുന്നത്. ഇനി എന്താണ്? ദ വേർഡ് ബിസിനസ് ഈസ് ഫോംഡ് ഫ്രം ദ ടു വേർഡ്സ് ബിസിനസ് ആൻഡ് എക്കണോമിക്സ്. ഈ ബിസിനസ് എക്കണോമിക്സ് എന്നുള്ള വേർഡ് വന്നത് ബിസിനസ് എന്നും എക്കണോമിക്സ് എന്നും പറഞ്ഞ രണ്ട് വേർഡ്സിൽ നിന്നാണ് ബിസിനസ് എക്കണോമിക്സ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ വേർഡ് വന്നതെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ബിസിനസ് എക്കണോമിക്സ് ഈസ് എ മൈക്രോ എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സിനെ ഒരു മൈക്രോ എക്കണോമിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്തുകൊണ്ട് എന്നുള്ള കാര്യം നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ബിസിനസ് എക്കണോമിക്സ് ക്യാൻ ബി സെഡ് ടു ബി മൈക്രോ ഇൻ നേച്ചർ, മൈക്രോ എക്കണോമിക്സ് ഇൻ നേച്ചർ ആസ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി ടെക്നിക്സ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്ന എക്കണോമിക്സ് ആണ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ എക്കണോമിക്സ് ടെക്നിക്സുകൾ എന്തിൽ യൂസ് ചെയ്യാറുണ്ട്? ബിസിനസ് എക്കണോമിക്സിൽ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഏത് നേച്ചറിൽ കൂടി ഉള്ളതാണ്? മൈക്രോ എക്കണോമിക്സ് നേച്ചറിലും കൂടി ഉള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആർ കവേർഡ് ഇൻ ദി ബിസിനസ് എക്കണോമിക്സ്. അതായത് ബിസിനസ് എക്കണോമിക്സിൽ എന്ത് കവർ ചെയ്യാറുണ്ട്? ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെ, ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് വേണ്ട ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലും പ്രതിപാദിക്കാറുണ്ട്? ഈ ബിസിനസ് എക്കണോമിക്സിലും പ്രതിപാദിക്കാറുണ്ട്. സിംഗിൾ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ മൈക്രോ യൂണിറ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് എക്കണോമിക്സിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ള ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു മൈക്രോ എക്കണോമിക്സ് ആണ് എന്നും പറയുന്നുണ്ട്. ദ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആർ കവേർഡ് അണ്ടർ ബിസിനസ് എക്കണോമിക്സ് വിച്ച് ഇൻക്ലൂഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ലോങ് ടേം സർവൈവൽ ഓഫ് ദി ഫേംസ് ഓഫ് ദി മാർക്കറ്റ്. ദീസ് ഡിസിഷൻസ് ഇൻക്ലൂഡ്സ്. അപ്പം ഒരുപാട് ഡിസിഷനുകൾ, അല്ലെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസിഷനുകളുണ്ട് ഒരു ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് എത്തുന്ന, ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള, അങ്ങനെയുള്ള ഒരുപാട് എന്തുണ്ട് സിംഗിൾ ഡിസിഷനുകൾ എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മൈക്രോ നേച്ചറിലുള്ളതാണ്. അത്തരത്തിലുള്ള ഡിസിഷനുകൾ ഏതെല്ലാമാണെന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. കുറച്ചധികം ഡിസിഷനുകളാണ്. എന്താണ്? വാട്ട് ഡിറ്റർമീൻസ് ദ ബഡ്ജറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫേം ഓർ ഹൗസ് ഹോൾഡ്. ഒരു ഇൻഡിവിജ്വൽ ഫേമിന്റെ അല്ലെ ഒരു ഹൗസ് ഹോൾഡിന്റെ ഒക്കെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നതിനെ പറ്റി, അതുപോലെ തന്നെ ദ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബെസ്റ്റ് ഫിറ്റ് വിത്ത് ദ നീഡ് ഓഫ് ദി ഗിവൺ ബഡ്ജറ്റ്. ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റിന് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഏതാണെന്ന് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഹൗ മച്ച് ഷുഡ് ബി സേവ്ഡ് ഫോർ ദ ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം സേവ് ചെയ്ത് വെക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ്? വാട്ട് ഡിറ്റർമീൻസ് ഹൗ മച്ച് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്, എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണം, എത്രത്തോളം സെല്ല് ചെയ്യണം. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തെ പറ്റിയുള്ള ഡിസിഷൻ എല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബിസിനസ് എക്കണോമിക്സ് യൂസ് ചെയ്യാറുണ്ട്. അത് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ കാര്യമായതുകൊണ്ട് തന്നെ അത് മൈക്രോ നേച്ചറിലുള്ളതും ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഹൗ ദ ഫേം വിൽ ബി ഫിനാൻസ് ഇറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ് ഓപ്പറേഷന് വേണ്ടി എത്രത്തോളം ഫണ്ട് ഒരു കമ്പനി അല്ലെ ഒരു ഫേം ഫിനാൻസ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാണ്? പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ ഒരു പർട്ടിക്കുലർ ഫേമിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇൻഡിവിജ്വൽ നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മൈക്രോ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ബിസിനസ് എക്കണോമിക്സിനെ ഏത് നേച്ചറിലുള്ളതാണ്? മൈക്രോ നേച്ചറിലുള്ളതാണ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളുടെ CCയിൽ ലോങ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം എന്താണ് ജൂണിലുമുണ്ട്, അതുപോലെ തന്നെ ഡിസംബറിലും എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പം ഒരു 10 ദിവസത്തിനകം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു 2 തവണ എക്സാം എഴുതുന്ന ഒറ്റ ഫീസിൽ തന്നെ ജൂണിലും ഡിസംബറിലുമേക്കുമുള്ള എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി സിലബസ് ഒക്കെ മുന്നിൽ കണ്ട് വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 365 ദിവസത്തെ ലോങ് ടൈം ബാച്ച് ഉണ്ട്. അപ്പം 10 ഡേയ്സ് നിങ്ങൾ ഓർത്ത് വെച്ചോണം. 10 ഡേയ്സിലേക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അപ്പം ഈ ഒരു ഓഫറിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത്. ഈ വരുന്ന 10 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ഓഫർ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റട്ടെ? ജോയിൻ ചെയ്യാൻ പറ്റട്ടെ. ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള മറ്റാളുകളിലേക്കും ഇത് എത്തിക്കുക.
ഇപ്പം CC എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും നെറ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം നൽകിക്കൊണ്ടാണ് ക്ലാസ്സുകൾ അവൈലബിൾ ആകുന്നത്. അപ്പം നിങ്ങൾ സമയം കളയാതെ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. A to Z കാര്യങ്ങൾ പറയുന്നതായിരിക്കും. താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കിയിലേക്ക് പോകാം. ഇനി എന്താണ്, ബിസിനസ് എക്കണോമിക്സിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്? നോർമേറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിസിനസ് എക്കണോമിക്സ് ഈസ് നോർമേറ്റീവ്. എന്തുകൊണ്ടാണ്? ബിസിനസ് എക്കണോമിക്സ് ഈസ് നോർമേറ്റീവ് ആസ് ഇറ്റ്സ് എസ്റ്റാബ്ലിഷ് ദ റൂൾസ് വിച്ച് എനേബിൾ ദ ഫേംസ് ടു അറ്റൈൻ ദ ഗോൾ. അതായത് ഒരു ഫേമിന് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യണം, അതിന് ഒരുപാട് റൂൾസുകളും റെഗുലേഷനുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് എക്കണോമിക്സിനെ എന്തായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്, നോർമേറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിസിനസ് എക്കണോമിക്സ് ഈസ് നോർമേറ്റീവ് ആസ് ഇറ്റ്സ് എസ്റ്റാബ്ലിഷ് ദ റൂൾസ് വിച്ച് എനേബിൾസ് ദ ഫേംസ് ടു അറ്റൈൻ ദെയർ ഗോൾസ്. ഇറ്റ് പ്രൊവൈഡ്സ് എ valid decision rules so that the business environment and its behavior can be easily understand. അതായത് വാല്യുബിൾ ആയിട്ടുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള റൂളുകളാണ്, ഡിസൈഡ് ആയിട്ടുള്ള റൂളുകളാണ് ബിസിനസ് എക്കണോമിക്സിലൂടെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസിന്റെ എൻവയോൺമെന്റും ആ ബിസിനസിന്റെ ഒരു ബിഹേവിയറും ഒക്കെ ഇതിനോട് എന്ത് ചെയ്യും, അണ്ടർസ്റ്റുഡ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് ബിസിനസ് എക്കണോമിക്സ് ഈസ് എ സയൻസ്. ബിസിനസ് എക്കണോമിക്സിനെ എന്തായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്, സയൻസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് a science established the relationship between cause and effect. Cause and effect relationship ആണ് ഇതിൽ വരുന്നത്, സയൻസിൽ വരുന്നത്. നമ്മുടെ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ദ ബിസിനസ് എക്കണോമിക്സ് ഓൾസോ എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് തിയറീസ് ആൻഡ് ഡിസിഷൻ സയൻസ് അല്ലേ. അതായത് എക്കണോമിക്സ് തിയറീസും എന്താണ് അത് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഡിസിഷനും കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് തന്നെയാണ് ഏതിലും വരുന്നത്, ഈ ഒരു ബിസിനസ് എക്കണോമിക്സിലും വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ് ആൻഡ് അതർ സ്യൂട്ടബിൾ സ്ട്രാറ്റജീസ്. ഒരുപാട് ഡിസിപ്ലിൻസ് നമ്മൾ ഏതിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബിസിനസ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഓർത്ത് വെക്കുക, ബിസിനസ് എക്കണോമിക്സ് ഈസ് ഓൾസോ എസ്റ്റാബ്ലിഷ് ദ relationship between economics theories and decision science such as the mathematics, statistics, econometrics to form suitable strategies so that the overall examples, the supply is a positive function of the price, which means that the change in price is causes but the change in supply is the effect. അപ്പോൾ ഇവിടെ എന്താണ് നമുക്കറിയാം അല്ലേ, ബിസിനസിന്റെ അകത്ത് എന്താണ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് വരുന്നുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം എന്താണ്, നമുക്ക് സയൻസ് എന്ന് പറയുന്ന കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ്. ബിസിനസ് എക്കണോമിക്സിന്റെ അകത്തും എന്ത് തന്നെയാണ് വരുന്നത്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ്. അതായത് നമുക്കിപ്പോൾ എന്താണ്, പ്രൈസ്, ഡിമാൻഡ്, അതുപോലെ തന്നെ പ്രൈസ്, സപ്ലൈ, ഇങ്ങനെയൊക്കെ അവയൊക്കെ തമ്മിലുള്ള കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് ഇതിലും വരുന്നത്, ബിസിനസ് എക്കണോമിക്സിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് എക്കണോമിക്സിനെ എന്തെന്ന് പറയാറുണ്ട്, ഒരു സയൻസ് എന്ന് കൺസിഡർ ചെയ്യാറുണ്ട്. ഇറ്റ്സ് ഓൾസോ അഡോപ്റ്റ്സ് ദ സയൻസ് മെത്തേഡ്സ് ടു ടെസ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ദി റിസൾട്ട്. അതുപോലെ തന്നെ ബിസിനസ് എക്കണോമിക്സ് എന്ത് അഡോപ്റ്റ് ചെയ്യാറുണ്ട്, സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടി, വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട്. എന്തിന്റെ വാലിഡിറ്റി, നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, എത്രത്തോളം വാലിഡ് ആണ് എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് നേച്ചറിൽ ഉള്ളതും കൂടിയാണ് എന്ന് പറയാം. ഇനി അടുത്തതാണ് ബിസിനസ് എക്കണോമിക്സ് ഈസ് ആൻ ആർട്ട്. ബിസിനസ് എക്കണോമിക്സ് ഈസ് ആൻ art is nothing but the practical application of knowledge അല്ലേ. ആർട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, നോളജിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അല്ലെ. നല്ല രീതിയിൽ ഡാൻസ് പഠിച്ചയാള് ഒരു സ്റ്റേജിൽ കയറി അത് പെർഫോം ചെയ്യുമ്പോഴല്ലേ ആ ഒരു പഠിച്ച കാര്യത്തെ പറ്റി ആ നോളജിന്റെ ആപ്ലിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ആർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇഫ് വി അനലൈസസ് ദ ബിസിനസ് എക്കണോമിക്സ്, നമ്മൾ ബിസിനസ് എക്കണോമിക്സ് അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. വി ഫൈൻഡ് ദാറ്റ് ഇഫ് ദ ഫീച്ചർ ഓഫ് ആർട്സിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഏതിലുമുണ്ട്, ഈ ബിസിനസ് എക്കണോമിക്സിലുമുണ്ട്. അതായത് it is a branch such as the production, consumption and finance provided a solution of various economic problems അല്ലേ. ഇപ്പം എന്താണ്, വേരിയസ് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എന്താ ചെയ്യാറുണ്ട്, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, കൺസപ്ഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആസ് ഇറ്റ്സ് ബ്രാഞ്ചസ് സച്ച് ആസ്, അതായത് ബിസിനസ് എക്കണോമിക്സിന്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ്, കൺസപ്ഷൻസ്, ഫിനാൻസ്, ഇവിടെയൊക്കെ എന്താണ് ഒരുപാട് എക്കണോമിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫേസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ റിക്വയർസ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇതിനെല്ലാം എന്ത് വേണം, പ്രാക്ടിക്കൽ
പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വേണം. അതിനായിട്ട് നമ്മൾ റൂൾസും പ്രിൻസിപ്പിൾസും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? എക്കണോമിക്സ് തിയറീസിലെ പ്രിൻസിപ്പിൾസും റൂൾസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്നും പറയാറുണ്ട്? ബിസിനസ് എക്കണോമിക്സിനെ എന്തെന്നും പറയാറുണ്ട്? ബിസിനസ് എക്കണോമിക്സ് ഈസ് ആൻ ആർട്ട്. അതായത് ആർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ മക്കളെ? ആർട്ട് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. എന്തിൻ്റെ? നമുക്ക് അറിയാവുന്ന നോളജിൻ്റെ. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ്. പ്രൊഡക്ഷന്, കൺസപ്ഷന്, ഫിനാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലെന്തുണ്ട്? ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എക്കണോമിക്സിലെ തിയറീസും പ്രിൻസിപ്പിൾസും റൂൾസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാം ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ പ്രോബ്ലംസിനെല്ലാം സൊല്യൂഷൻ കാണുകയാണ്. ബിക്കോസ് അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം നമുക്ക്? ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ഒരു ആർട്ട് ആണെന്ന് പറയാം. ക്ലിയർ ആയോ? ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ആർട്ട് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇത്രയും നേരം പഠിച്ച ആ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പഠിച്ച ഏതാണ്? ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്ക് കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇപ്പോൾ നെറ്റ് എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അസേർഷൻ ആയിട്ട് തന്നേക്കാണ് ബിസിനസ് എക്കണോമിക്സ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എക്കണോമിക് തിയറീസ് ആൻഡ് പ്രാക്ടിക്കൽ ബിസിനസ് ആപ്ലിക്കേഷൻ. അതെ, പ്രാക്ടിക്കൽ ബിസിനസ് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ എക്കണോമിക്സ് തിയറിയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്, ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്ന ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അസേർഷൻ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി റീസൺ നോക്കിയാൽ മക്കളെ, എന്താ റീസൺ ആയിട്ട് പറഞ്ഞേക്കുന്നത്? ദ ബിസിനസ് എക്കണോമിക്സ് എലിമിനേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ തിയററ്റിക്കൽ പ്രപ്പോസിഷൻ ആൻഡ് റിയൽ വേൾഡ് എക്കണോമിക് കണ്ടീഷൻസ്. എന്താണ് പറഞ്ഞേക്കുന്നത്? റീസൺ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്? ബിസിനസ് എക്കണോമിക്സ് എലിമിനേറ്റ്. ബിസിനസ് എക്കണോമിക്സ് എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുകയാണ് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിലുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള പെർസെപ്ഷനും റിയൽ വേൾഡ് എക്കണോമിക് കണ്ടീഷനും തമ്മിലുള്ള, അതായത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വരികയാണ്. സോ നമ്മളുടെ എന്താണ്? അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ അസേർഷനെ എന്ത് ചെയ്യുന്നുണ്ട്? സാധൂകരിക്കുന്നുണ്ടല്ലേ? അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. എന്താണ്? റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു അസേർഷൻ റീസൺ തന്നെയാണ്. ബിസിനസ് എക്കണോമിക്സ് ഈസ് കൺസിഡേർഡ് ആസ് നോർമേറ്റീവ് സയൻസ്. ബിസിനസ് എക്കണോമിക്സിനെ ഒരു നോർമേറ്റീവ് സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. റീസൺ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് റിഗാർഡിംഗ് ദ എക്സിസ്റ്റിംഗ് എക്കണോമിക് കണ്ടീഷൻ റാദർ ദാൻ പ്രിസ്ക്രൈബ് ആക്ഷൻ ഫോർ അച്ചീവിംഗ് ബിസിനസ് ഗോൾസ്. നോക്കിയേ, ബിസിനസ് എക്കണോമിക്സിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? നോർമേറ്റീവ് സയൻസ് ആയിട്ട്. നമ്മൾ പറഞ്ഞിരുന്നു നോർമേറ്റീവ് സയൻസ് എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ എന്താ റീസൺ നോക്കിയേ? ഇറ്റ് ഡീൽസ് വിത്ത് എന്താണ്? ഡിസ്ക്രൈബിങ്. ഈ ഒരു ബിസിനസ് എക്കണോമിക്സിൻ്റെ അകത്ത് അവർ ഡീൽ ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ്? എക്സിസ്റ്റിംഗ് എക്കണോമിക് കണ്ടീഷനെ പറ്റിയാണ്. അല്ലാതെ റാദർ ദാൻ പ്രിസ്ക്രൈബിംഗ് ആക്ഷൻ ടു അച്ചീവിംഗ് ബിസിനസ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനെ പറ്റി അല്ല എന്നാണ് പറയുന്നത്. റാദർ ദാൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിയേ, അസേർഷൻ റീസൺ കറക്റ്റ് ആണോ? എങ്ങനെയാണ്? അസേർഷൻ റീസൺ ആർ കറക്റ്റ്. റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ആണോ? അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ആണോ? അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ് ആണോ? ഏതാ മക്കളെ ആൻസർ ആയിട്ട് വരുന്നേ? നിങ്ങൾ മാർക്ക് ചെയ്തോ? ഏതാ ആൻസർ ആയിട്ട് വരുന്നേ? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ എന്താണ്? റോങ് ആണ്. അതല്ലേ നമ്മൾ പഠിച്ചതാണ് അല്ലെ. നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ ഉണ്ട്, അത് അച്ചീവ് ചെയ്യാൻ പാകത്തിനുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരികയാണ് ഇതിലൂടെ ചെയ്യുന്നത് ബിസിനസ് എക്കണോമിക്സിലൂടെ. നമ്മൾ പറഞ്ഞാണ് ബിസിനസ് എക്കണോമിക്സ് ഇസ് എ നോർമേറ്റീവ് ബിക്കോസ് ഇറ്റ്സ് പ്രൊവൈഡ് ദ എന്താണ്? പെർസ്പെക്റ്റീവ് സൊല്യൂഷൻ ടു അറ്റൈൻ ദ ബിസിനസ് ഒബ്ജക്റ്റീവ്. മക്കളെ കൃത്യമായി മനസ്സിലാക്കിക്കോണം. ഈ ഏരിയകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. കൃത്യമായി മനസ്സിലാക്കി പോവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ബിസിനസ് എക്കണോമിക്സ് അഡോപ്റ്റ് ഇന്റർ ഡിസിപ്ലിനറി ടൂൾസ് ടു സോൾവ് എ ബിസിനസ് പ്രോബ്ലം. ബിസിനസ് എക്കണോമിക്സ് അഡോപ്റ്റ് ഇന്റർ ഡിസിപ്ലിനറി ടൂൾസ്. ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്കണോമിക്സിലെ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, സോഷ്യോമെട്രിക്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് ഡിസിപ്ലിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. ഇനി എന്താണ് സ്റ്റേറ്റ്മെന്റ് 2 ആയിട്ട് പറയുന്നത്? എന്താണ്? It is slowly raised on the economics theories and does not incorporate other discipline. Does not incorporate other discipline. മറ്റ് ഡിസിപ്ലിൻസ് ആയിട്ട്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സും മാർക്കറ്റിംഗും ഒന്നും യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നുണ്ടെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റ് ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ മക്കളെ? ഓപ്ഷൻ സി അല്ലേ നമ്മൾ പഠിച്ചല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബിസിനസ് എക്കണോമിക്സ് യൂസ് ദ ടൂൾസ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ് സച്ച് ആസ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റിംഗ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ബിസിനസ് എക്കണോമിക്സ് ഈസ് എ പ്യുവർ സയൻസ് ബിക്കോസ് ഇറ്റ് ഫോക്കസ് ഓൺലി ഓൺ തിയററ്റിക്കൽ പ്രാക്ടീസസ്. ബിക്കോസ് ഇറ്റ് ഫുള്ളി ഓൺ
തിയററ്റിക്കൽ പ്രാക്ടീസസ്. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പ്യുവർ സയൻസ് ആണ്, ബിക്കോസ് ഇറ്റ് ഫോക്കസ് ഓൺലി ഓൺ തിയററ്റിക്കൽ പ്രിൻസിപ്പിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 2 ആയിട്ട് പറഞ്ഞേക്കാണ് ബിസിനസ് എക്കണോമിക്സ് ഇന്റഗ്രേറ്റ് ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഇൻ ടു ഡിസിഷൻ സയൻസ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് 1ന്റെ അകത്ത് ഓൺലി ഓൺ ടെക്നിക്കൽ പ്രിൻസിപ്പിൾസ് എന്നാണ്, തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്നാണ് പറഞ്ഞത്. കറക്റ്റ് ആണോ? ഓൺലി എന്നുള്ള ഒരു വേർഡ് വന്നല്ലേ. അപ്പൊ എങ്ങനെയാണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് മക്കളെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? കൃത്യമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളുടെ CCയിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മളുടെ ലോങ് ബാച്ച് ആരംഭിക്കുകയാണ്. A to Z കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് CCയിലുള്ളത്. കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ നെറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് CC എന്ന് പറയുന്നത്. നമ്മളുടെ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് നെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാൻ അല്ലെങ്കിൽ നെറ്റ് മാനേജ്മെന്റ് നേടിയെടുക്കാൻ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നമ്മളിവിടെ നൽകുന്നുണ്ട്. അപ്പം നമ്മളുടെ ലോങ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എക്സാം ആവും പഠിക്കാം, അങ്ങനെ ഒന്നും മാറ്റി വെക്കണ്ട. നമ്മൾ ഈ ഒരു നിമിഷത്തിൽ തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക, കൃത്യമായി പഠിച്ചു തുടങ്ങുക. നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ ഓരോ തുടക്കവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ബെസ്റ്റായി കൊണ്ടുപോകാനായിട്ട് പറ്റണം. അങ്ങനെ നമുക്ക് ആ ഒരു നേട്ടം കൈവരിച്ചെടുക്കാനായിട്ട് പറ്റണം. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഒരു കൃത്യമായിട്ടൊരു പർട്ടിക്കുലർ ഏരിയയും ആ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകളും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഏരിയ കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം കൂടുതൽ MCQs വർക്കൗട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയ നിങ്ങൾക്ക് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്